പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു. പ്രിയമുള്ളവരെ, നാം അധ്വാനിക്കുന്നുണ്ട്, വളരെയേറെ അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ അധ്വാനിക്കുന്നതിനൊത്തവണ്ണം ഒരു ഫലം കാണാൻ കഴിയാതെയും കഷ്ടപ്പാടിനൊത്തവണ്ണം ഒരു നന്മ അനുഭവിക്കാൻ കഴിയാതെയും വളരെയേറെ വേദനയിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി പേരുണ്ട്. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ടെങ്കിലും കരത്തിൽ അതിനൊത്തവണ്ണം ഒരു നന്മ അനുഭവിക്കാൻ കഴിയാത്ത വല്ലാത്ത സാഹചര്യം, വല്ലാത്ത അവസ്ഥ. ഇങ്ങനെ കടന്നു പോകുന്ന ഒട്ടനവധി ജീവിതങ്ങൾ, ഒട്ടനവധി ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് 128 സങ്കീർത്തന 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തന ഭാഗമാണ് വായിച്ചു കേട്ട വേദഭാഗം. ഇതൊരു പ്രവചന ശബ്ദമായി പരിശുദ്ധാത്മാ നമ്മളോട് കൈമാറുകയാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് പറഞ്ഞാൽ, നാളിതുവരെ അധ്വാന ഫലത്തെ അനുഭവിക്കാതെ വണ്ണം, അധ്വാന ഫലത്തെ കരത്തിലെത്താതെ വണ്ണം തട്ടിത്തെറിപ്പിച്ച് കളയുന്നത് പോലെ, നശിപ്പിച്ച് കളയുന്നത് പോലെ പൈശാചിക തന്ത്രങ്ങൾ ഒരുക്കിയ മേഖലകളെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെടുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലത്തെ നാളിതുവരെ നശിപ്പിച്ച, നാളിതുവരെ ഒതുക്കിക്കളഞ്ഞ, ആ അധ്വാനത്തിനൊത്തവണ്ണം ഒരു ഫലം ലഭിക്കാതെ വണ്ണം വളരെ വേദന കൊണ്ടിട്ട മേഖലകളെ പരിശുദ്ധാത്മാവ് എടുത്തുമാറ്റി നിശ്ചയമായി വചനം ഉറപ്പു തരികയാ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? ഒന്നാമത്തെ വാക്യഭാഗത്തിൽ കാണാൻ കഴിയുന്നു. ഇങ്ങനെയാണ്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ, അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ യഹോവയെ ഭയപ്പെടുന്ന, ദൈവനാമത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തനായ വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം പറയുക: നിന്റെ കൈകളുടെ അധ്വാന ഫലത്തെ ഇനി ആരും നശിപ്പിച്ച് കളയാനോ, ഇനി ആരും അതിനെ അപഹരിച്ചു കൊണ്ടുപോകാനോ ദൈവം അനുവദിക്കത്തില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേൽ മക്കൾ വിതച്ചത് മുഴുവനും കൊയ്തുകൊണ്ടു പോകുന്നത് 3 ശക്തികൾ, കിഴക്കേ ദേശക്കാർ, അമാലേക്യർ, മോവാബ്യർ എല്ലാവരും ചേർന്ന് അവ അപഹരിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ച ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നു. 7 വർഷം അവർ അനുഭവിക്കുകയാണ്. അവർ വിതച്ചത് മുഴുവനും, അവർ അധ്വാനിച്ചത് മുഴുവനും ആ കൊയ്തെടുക്കേണ്ട സമയമാകുമ്പോൾ അവർക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. അവർ നോക്കി നിൽക്കെ അവരുടെ മുൻപിൽ നിന്ന് ശത്രു അത് വിതച്ചുകൊണ്ട് കൊയ്തുകൊണ്ടു പോകുന്ന ഒരു കാഴ്ച. പ്രൈസ് ഗോഡ്. 7 വർഷം കൊണ്ട് കാണുന്നൊരു കാഴ്ചയാണ്. കരയുന്നുണ്ട്, വേദനപ്പെടുന്നുണ്ട്, സ്തോത്രം, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. എന്നാൽ അധ്വാന ഫലം ലഭിക്കാതെ വണ്ണം, അധ്വാനത്തിനൊത്ത ഫലം ലഭിക്കാതെ വണ്ണം അതിനെ നശിപ്പിച്ചു കളയുന്ന, നിർവീര്യമാക്കി കളയുന്ന അന്ധകാര മേഖലകളുടെ തന്ത്രങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ, ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ, അതിനെ വഴിമാറ്റിവിടുന്ന, അതിനെ മാറ്റിക്കളയുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ, പ്രിയമുള്ളവരെ, അങ്ങയുടെ കുടുംബത്തിനകത്ത്, അങ്ങയുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. എത്ര കാലഘട്ടമായി, എത്ര വർഷമായി താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി, താങ്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി, കർത്താവേ, എൻ്റെ പ്രാർത്ഥന എൻ്റെ വിഷയത്തിനകത്തൊന്ന് ഇടപെടണമേ, എൻ്റെ വിഷയത്തിനകത്ത് അങ്ങും ഇറങ്ങി വരണമേ എന്ന് വേദനയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതമേ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പോടെ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഉറപ്പോടെ പറയുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പ്രൈസ് ഗോഡ്. നാളിതുവരെ സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ മക്കൾ വിതച്ചത്
അവരുടെ പ്രതീക്ഷകളാണ് വിതയ്ക്കുന്നത്. അവർ കൊയ്തെടുക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് വിതയ്ക്കുന്നത്. അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വിതയ്ക്കുകയാണ്. എന്നാൽ അവരുടെ കാൽക്കുലേഷനെ തെറ്റിച്ചുകൊണ്ട്, അവരുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് വിതകളെ കൊയ്യുവാൻ കഴിയാതെ വണ്ണം ശത്രു വന്ന് കൊയ്തു കൊണ്ടുപോകുന്നൊരു കാഴ്ച, നാളിതുവരെ സംഭവിച്ചതിനെ തിരിച്ചു പിടിക്കുവാൻ, നാളിതുവരെ അപഹരിച്ചു കൊണ്ടുപോയ ശത്രു അപഹരിച്ച വിഷയത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ പ്ലാനും അവിടെ ചലിച്ചു തുടങ്ങുകയാണ്. ആയതുപോലെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൂത് കൈമാറി ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രിയമുള്ളവരെ, ജോലി സ്ഥലത്താകട്ടെ, വീടിനകത്താകട്ടെ, താങ്കളായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിലാകട്ടെ, അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ കണക്കുകൂട്ടലുകളെ തെറ്റിച്ച് അധ്വാനത്തിനൊത്തവണ്ണം ഫലം അനുഭവിക്കാൻ കഴിയാതെ വേദനപ്പെട്ട് നിരാശപ്പെട്ട് തല താഴ്ത്തിയായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കളോട് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ബലത്തെ റൈറ്റ് നൗ, ഇന്നു മുതൽ ആരും അപഹരിച്ചു കൊണ്ടുപോകാതെ നിന്റെ പക്കലെത്തിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപഹരിച്ചു കൊണ്ടുപോയത്, ആരൊക്കെയോ അപഹരിച്ചു കൊണ്ടുപോയതിനെ തിരിച്ചു പിടിക്കുവാൻ, ആരൊക്കെയോ അപഹരിച്ചു കൊണ്ടുപോയത് തിരിച്ചെടുത്തു തരാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താണിരുകൊണ്ട് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ ആശ്രയിക്കുക. നമ്മൾ ഇഷ്ടോത്ര പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. കൈകളുടെ അധ്വാന ഫലത്തെ അപഹരിക്കാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയം ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്തവ്യ വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.